ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുതവസനാണ്. കുറച്ച് നാളെ ഇപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. വീടിൻ്റെ അവിടെ നിന്നൊരു 35 കിലോമീറ്റർ അകലെ സമ്മർ ഒക്കെ ആയിട്ട് ഫിൻലാൻഡിൽ കുറേ ചെറിയൊരു സിറ്റികളിലെ കുറേ ആഘോഷങ്ങളാണ് അവിടെ. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്, ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഓക്കെ ഗൈസ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ തൊട്ടുപുറത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് വലിയ പാടാണ്. പാടത്തിൻ്റെ നടുക്ക് നമ്മുടെ നാട്ടിലെ പൂരപ്പറമ്പുകൾ പോലെ പൂരപ്പറമ്പിൽ ചെന്ന് കഴിഞ്ഞാലുള്ള സൗകര്യം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ. ഇഷ്ടംപോലെ കടകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പൂരപ്പറമ്പിൽ നമ്മൾ പെരുന്നാളിനൊക്കെ കാണുന്ന പോലെ അങ്ങനെ. ഇപ്പോൾ കവാടത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് കുട്ടികളാണ്, ചെറിയ കുട്ടികൾ അവിടെ പൈസ പിരിക്കാൻ നിൽക്കുന്നവരാണ്. എല്ലാവരുടെ കയ്യിലും ഇതുണ്ട്, സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ട്. അതിൽ കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് ഫീസ് അടയ്ക്കാൻ പറ്റും. അപ്പോൾ €2 ആണ് അങ്ങോട്ട് ഒരാൾക്ക് കിടക്കുന്നതിനുള്ള ഫീസ്. അപ്പോൾ ഇത് സമ്മർ ആയിട്ടുള്ള എല്ലാ സിറ്റികളിലും ഓരോ പ്രോഗ്രാമുകൾ ഇവിടെ വയ്ക്കുന്നതാണ്. അപ്പോൾ അതുപോലുള്ളൊരു പ്രോഗ്രാമാണ് ഇത്. അപ്പോൾ ഇവരുടെ പണ്ടത്തെ കാലത്തെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ഇതുകളും ധരിച്ച് അവിടെ ഇവിടെ ആളുകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പതുക്കെ നടന്ന് നീങ്ങുന്ന സമയത്ത് ഇടത്തെ വശത്ത് കാണുന്നുണ്ടാവും നിങ്ങൾ, അവർ പഴയ ഡ്രസ്സുകളും ഒക്കെ, പട്ടാളക്കാരുടെ ഡ്രസ്സുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ പീരങ്കി, അവരുടെ പണ്ടത്തെ കാലത്തെ പഴയ കാലത്തെ വളരെ പുരാതനമായ കാലത്തെ സാധനങ്ങളാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ, ഇവർക്ക് ഫോട്ടോ ഒന്നും വീഡിയോസൊന്നും എടുക്കുന്നത് അധികം ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, എന്നാലും ഞാൻ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന ഇതാണ് ഇത്, വീഡിയോ വ്ളോഗ് ഇതൊക്കെ. കാരണം ഇവിടെ ഫിൻലാൻഡിൽ ഭയങ്കര ഒരു മൂഡ് ഓഫാണ് കാര്യങ്ങൾ. അധികം ആളുകൾ സംസാരമില്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് ബോറടിക്കുന്ന രീതിയിലുള്ളൊരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കാരണം ഞാനൊരു വ്ളോഗ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല. അധികം നമുക്കിവിടെ സൗകര്യം ഇല്ല, വ്ളോഗിനുള്ള സൗകര്യം, അതിനുള്ള കണ്ടൻറ്റ് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് അധികം ഇടാത്തത്. അതുകൊണ്ട് പഴയ ടൈപ്പ് തോക്കുകളൊക്കെയാണ്, നല്ല പഴയ സാധനങ്ങളാണ്, ഫുള്ള് പഴയ സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ഭയങ്കര പുരാതനമായിട്ടുള്ള സാധനങ്ങളാണ്. കണ്ടോ, ഇത് പീരങ്കിയാണ്. അവിടെ വാളൊക്കെ പിടിച്ചിട്ടാണ് അവരുടെ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പതുക്കെ അങ്ങനെ, അതിപ്പോൾ ഫസ്റ്റ് കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് അവർ അത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ പതുക്കെ ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ്. അപ്പം ഒറിജിനൽ മാൻ്റെ തോല്, അതുപോലെ ഒറിജിനൽ കൊമ്പുകൾ, ഒറിജിനൽ പോത്തിൻ്റെ കൊമ്പുകൾ, പല സൈസ് കൊമ്പുകളും അവിടെ ഉണ്ട്. പല ജീവികളുടെയാണ് അത്. അപ്പോൾ ദിയാനത് പിടിച്ചു നോക്കുന്നുണ്ട്. ദിയാന് ഭയങ്കര ഇഷ്ടമായി അല്ല ദിയാൻ? പിന്നെ പഴയ കത്തികളുണ്ട്. പഴയ കത്തികൾ എന്ന് പറയുമ്പോൾ ചിലതൊക്കെ അതിൽ പഴയതാണ്, ചിലതൊക്കെ പുതിയത് തന്നെയാണ്. കൈകൊണ്ട് കൊത്തിയെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. 99% സാധനങ്ങളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൈത്തറി കയ്യിൽ ചെയ്യുന്ന മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളാണ് കംപ്ലീറ്റ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നല്ല സമ്മറാണ് ഈ പ്രാവശ്യം ഫിൻലാൻഡിലെ. ഭയങ്കര നല്ലൊരു ലോങ് സമ്മറാണ് ഒരുക്കി വന്നത്. അത് കണ്ടോ, ചൂല്. അതുപോലെ സമ്മർ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് കണ്ടോ, ഇത് ചൂലാണ്. സമ്മർ എന്ന് പറയുമ്പോൾ ഫിൻലാൻഡ് തണുപ്പുള്ള രാജ്യമല്ലേ. ഇതൊക്കെ കൈത്തറി സാധനങ്ങളാണ് കേട്ടോ, ചൂലും ഇതൊക്കെ കൊട്ടകളാണ്. അപ്പോൾ ഞാൻ സമ്മറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. സമ്മർ എന്ന് പറയുമ്പോൾ സമ്മർ തന്നെയാണ് ഇവിടെ. നല്ല ചൂടുള്ള സമയം തന്നെയായിരുന്നു ഈ കൊല്ലം.
അല്ല ദിയാൻ, നല്ല ചൂടുണ്ടായിരുന്നു. അടുത്ത സമയം നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അത് ചൂടായതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ വിന്റർ വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അവിടെ ആളുകൾ ചെക്ക് കളിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ചെക്കല്ല ചെസ് അല്ലേ, തെറ്റ് പറഞ്ഞ ചെസ് കളിക്കാനിരിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ ഒരു നല്ലൊരു സമയം തന്നെയാണ്. ഇവിടെ ഒരു ജീവൻ വന്ന പോലെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ വെക്കുമ്പോൾ. ഇതൊരു ടീ ഷോപ്പാണ്, അവിടെ ടീ ഏരിയ ആണ്, ഒരു കോഫെ ഷോപ്പാണ്. അതുപോലെ മ്യൂസിയം ഉണ്ട്, അതിനുള്ളിൽ തന്നെ മ്യൂസിയം ഉണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ മ്യൂസിയത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതിൽ കടയുന്ന മെഷീനാണ്. മരം കൊണ്ട് നമ്മൾ നാട്ടിൽ മരം കടഞ്ഞ് ഉണ്ടാക്കുന്ന കട്ടിലുകളും നിങ്ങൾ ചെയറുകളും കണ്ടിട്ടുണ്ടാവും. അത് പണ്ടത്തെ ഒരു ശൈലിയിൽ, പണ്ടത്തെ വളരെ പുരാതനമായിട്ടുള്ള ഒരു ഐറ്റമാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതായത് മോട്ടറൊന്നുമില്ല, അത് കൈകൊണ്ടാണ് ചെയ്യുന്നത്. കയറ് വെച്ചിട്ട് സൈഡിലുണ്ടോ കയറുണ്ടോ, ആ കയറ് വെച്ചിട്ടാണ് അതിന് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് കറങ്ങുമ്പോഴാണ് അത് തടിയിൽ ഇങ്ങനെ കൊത്തിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ആണ് കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നൂലും കാര്യങ്ങളും അതിൻ്റെ മെഷീനും. ഇത് കൈ കൊണ്ട് തന്നെ എടുക്കുന്ന കാർപ്പറ്റുകളാണ്. അതായത് നിലത്ത് വിരിച്ചിട്ട് ഇടുന്ന സാധനങ്ങളാണ് അല്ലേ. നിലത്തെ ചവിട്ടി, വലിയ ചവിട്ടികളൊക്കെ നിർമ്മിക്കുന്നത്. അതിപ്പോഴും നിർമ്മിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പകുതി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ദിയാനത് ജസ്റ്റ് ട്രയൽ നോക്കി കറങ്ങുന്നുണ്ടായിരുന്നു അല്ലേ, കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ, പഴയ സാധനങ്ങൾ ഒരുപാട് കാണാൻ പറ്റി. പഴയ സാധനങ്ങൾ കാണുമ്പോൾ വളരെ ഒരു കൗതുകം ആണ് ഉണ്ടായത്. കാരണം അതിൽ തുരുമ്പും ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഒരു രസമുള്ള സമയമായിരുന്നു അല്ലേ. പിന്നെ ഇത് പഴയ വെപ്പുകാലുകളാണ്. ഇത് പഴയ ഇവരുടെ ആർമി അവർക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സാധനങ്ങളാണ് കംപ്ലീറ്റ്. ഇതൊക്കെ അവർക്ക് കിട്ടിയിരുന്ന മെഡലുകളും കാര്യങ്ങളും ആണ്. ഇത് ബോംബുകൾ, അതുപോലെ ഒരു പഴയൊരു സൈക്കിൾ ഇരിക്കുന്നുണ്ട് അവിടെ. അവരുടെ വിമാനത്തിൻ്റെ മാതൃകകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫിൻലാൻഡിൻ്റെ ഇതേപോലെ തന്നെയാണ് അവരുടെ ഫിൻലാൻഡിൻ്റെ ആർമിയുടെ ജെറ്റ് വിമാനങ്ങൾ, കത്തികൾ, പഴയ കത്തികളാണ്. വളരെ പുരാതനമായ കത്തികളാണ് ഇതൊക്കെ. അതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അത് ചെറിയൊരു പീരങ്കി ഉണ്ട് അവിടെ. അങ്ങനെ നോക്കുമ്പോൾ അറിയ ബോംബുകൾ ഒറിജിനൽ ഐറ്റംസുകളാണ്. എല്ലാതും ഒക്കെ പഴയതാണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് പഴയതാണ്. ഒരുപാട് കൊല്ലങ്ങളൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുക്കാനായിട്ട് നോക്കിയില്ല. ഇതിപ്പോൾ കുറേ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് കുറേ ലോങ് വീഡിയോ ആയിട്ട് പോവും. അത് കാരണം പണ്ടത്തെ തോക്കാണ്. അവരുടെ നാണയങ്ങൾ, അവരുടെ പൈസ, അവരുടെ നോട്ടുകളാണത്. വലിയ തോക്കാണത്. നമ്മുടെ നാട്ടിലെ പോലെ തോക്ക് തന്നെയാണ്. പക്ഷേ ഇത് എയർഗണ്ണല്ല, ശരിക്കുള്ള ഒറിജിനൽ തോക്കാണ്. ഒരു വലിയ വാളുകൾ, പഴയ ടൈപ്പ് വാളുകൾ, പഴയ ചെറിയ തോക്കാണ് ഇതുള്ളത്. അതുപോലെ വലിയ തോക്ക്, വലിയ മിഷൻ ഗണ്ണ്, AK-47 പോലത്തെ തോക്കുണ്ട് ഇതിൽ. ഞാൻ കാണിച്ചു തരാം. പഴയത് തന്നെയാണ് അതും. ഇതൊക്കെ വളരെ പുരാതനമായ, കണ്ടാൽ തന്നെ അറിയാം. ചെറുത് കുറേയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടും ഇതൊക്കെ ആയിട്ടാണ് ഇരിക്കണത്. അതേപോലെ തന്നെ അവർ വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്നും ഒരു മോടിയൊന്നും പിടിപ്പിക്കാതെ അവിടെ പഴയ ഒരു പട്ടാളക്കാരൻ്റെ ഡ്രസ്സാണത്. അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ് അല്ലേ. പഴയ ഒരു തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്ന അവർ പഴയ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്ന തോക്കുകളും കാര്യങ്ങളാണ്. ഹെൽമെറ്റ്, തൊപ്പി, അതൊക്കെയാണുള്ളത്. ആണ് AK-47 ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ
കണ്ടോ? റൈറ്റ് സൈഡിൽ കാണുന്നതാണ് AK-47 പോലത്തെ തോക്ക്. അതിൽ വെക്കുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അതായത് ഈ വെടിയുണ്ട നിറയ്ക്കുന്ന ഐറ്റംസുകൾ കംപ്ലീറ്റ് അവിടെയുണ്ട്. അത് കണ്ടോ വലത്തെ സൈഡിൽ? ആടാ, മൂന്നാമത്തെ വലത്തെ സൈഡിൽ നമ്മൾ മൊബൈലിൽ പിടിക്കുമ്പോൾ വലത്തെ സൈഡിൽ അല്ലേ, അതിൻ്റെ ഉണ്ട ഉണ്ടോ? എല്ലാം ഉണ്ട് അവിടെ. അപ്പം അന്നത്തെ കാലത്ത് നല്ല ആയുധങ്ങൾ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അല്ലേ. ഒരു പഴയ തോക്കാണ് അത്. എനിക്ക് തോന്നുന്നു ഒരു ഉണ്ട കൊണ്ടുപോയി വെടിവെക്കുന്ന ടൈപ്പ് തോക്കാണ്. പഴയ ബൈബിളാണ്, വളരെ പുരാതനമായ ഒരു ബൈബിൾ. അതിൽ ഇഷ്ടംപോലെ ദൈവങ്ങളുടെ ഫോട്ടോ, അത് ക്രിസ്ത്യൻ ദൈവങ്ങളുടെ ഫോട്ടോ അതിൽ കാണിച്ചിരുന്നുണ്ട്. അത് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, എന്നാലും ഞാൻ മാക്സിമം ക്ലിയർ ആക്കാൻ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കൗതുകം തന്നെയായിരുന്നു. പിന്നെ പഴയ ഒരു കുട്ടികൾക്ക് എടുക്കുന്ന തൊട്ടിൽ, അതിൽ ആ ഷൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വളരെ പുരാതനമായ ഷൂസാണ്. കുട്ടിയുടെ ഒരു പന്നീനെ അങ്ങനെ തന്നെ വെച്ച് അവർ കുക്ക് ചെയ്യാണ്. അതിലൊരു ആപ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ടടുത്തൊരു സ്ഥലമാണ്. ഇങ്ങനെ പുഴയല്ല, അതൊരു തടാകമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് അതിലൊന്ന് ഇറങ്ങാനായിട്ട് പോയി. അപ്പോൾ അടുത്തൊരു ആളിരിക്കുന്നുണ്ട്. നമ്മുടെ ആള് ഭയങ്കര വേഷമൊക്കെ ധരിച്ച് നല്ല പഴയ ശൈലിയിൽ അവരുടെ ശൈലിയിലുള്ള ഒരു വേഷമൊക്കെ ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. മുഖത്തൊക്കെ ഇതൊക്കെ തേച്ച് അല്ലേ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഓം വരച്ചിട്ടുള്ള ഇത് ഉണ്ട് അല്ലേ, ലോഗോ. അപ്പോൾ വീഡിയോ എൻ്റെ ഓവറായി ഗൈസ്. സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ 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 ബൈ. സി യു.